1930കളുടെ തുടക്കത്തിൽ MGM സ്റ്റുഡിയോ കുട്ടികൾക്കായുള്ള ഒരു ലൈവ് അനിമേഷൻ സിനിമ ഒരുക്കാൻ തീരുമാനിച്ചു. എന്നാൽ നല്ല ഒരു കഥ ലഭിക്കാത്തതിനാൽ അന്ന് അത് നടന്നില്ല. പിന്നീട് 1934-ൽ വീണ്ടും സിനിമ തുടങ്ങാൻ തീരുമാനിച്ചു. അതിനായി 1903-ൽ പബ്ലിഷ് ചെയ്ത ബേബ്സ് ഇൻ ടോയ്ലാൻഡ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഈ സിനിമയ്ക്കായി ലാറൽ ആൻഡ് ഹാർഡി എന്ന വിശ്വപ്രസിദ്ധ കൊമേഡിയന്മാരെ കാസ്റ്റ് ചെയ്തു. ചാർലി ചാപ്ലിന് ശേഷം ആ സ്ഥാനം കയ്യേറിയ കൊമേഡിയന്മാരാണ് ഇവർ. ഇവർക്ക് പുറമെ സിനിമയിൽ കാണിക്കേണ്ട മറ്റു കഥാപാത്രങ്ങൾക്കായി ഡിസ്നിയുടെ കയ്യിൽ നിന്നും റൈറ്റ്സ് വാങ്ങി. സാങ്കേതികവിദ്യ അധികം വളർന്നിട്ടില്ലാത്ത കാലമായതിനാൽ റൈറ്റ്സ് വാങ്ങിയ ക്യാരക്ടേഴ്സിൻ്റെ രൂപത്തിലുള്ള കോസ്റ്റ്യൂം തയ്യാറാക്കി അത് മനുഷ്യരെ അണിയിച്ചുകൊണ്ടാണ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയത്. അങ്ങനെ സിനിമ നിർമ്മിച്ചു. സിനിമയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത ഇതൊരു ശബ്ദ സിനിമ ആയിരുന്നു എന്നതാണ്. അന്നത്തെ കാലത്ത് അധികവും നിശബ്ദ സിനിമകളായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് മാർച്ച് ഓഫ് ദി വുഡൻ സോൾജേഴ്സ് എന്ന പേര് നൽകി റിലീസ് ചെയ്തു. സിനിമ എക്കാലത്തെയും ഹിറ്റായി മാറി. അന്നത്തെ കുട്ടികൾക്ക് എന്നും ഓർമ്മിക്കാനുള്ള ഒരു ക്ലാസിക് ഹിറ്റ് പിറന്നു. സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകളും ലഭിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം സിനിമ ഇറങ്ങി വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. ലോകമഹായുദ്ധവും സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം ഇതിൽപ്പെടും. അതിനെയെല്ലാം തരണം ചെയ്യാൻ ടെക്നോളജിയെ വളർത്തി. ടെക്നോളജിയുമായി ഇഴചേരേണ്ടി വന്നു ഓരോ മനുഷ്യർക്കും. അതിൻ്റെ ഫലമായി 1980കളുടെ തുടക്കത്തിൽ തന്നെ US-ലുള്ള മിക്കവരുടെയും വീടുകളിൽ TV വന്നു തുടങ്ങി. 1-2 ചാനലുകൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ടെക്നോളജി ഇംപ്രൂവ് ആയതിനാൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കളർ ഡിം ചെയ്ത് കളറൈസ്ഡ് മൂവീസായി TV-യിൽ സംപ്രേഷണം ചെയ്തു. അങ്ങനെയാണ് 1934-ൽ റിലീസായ മാർച്ച് ഓഫ് ദി വുഡൻ സോൾജർ കളർ സിനിമയായി എല്ലാവരുടെയും മുന്നിലെത്തിയത്. എന്നാൽ പിന്നീടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ലോകമഹായുദ്ധത്തിന് മുൻപ് കുട്ടികൾ ഏറെ ഇഷ്ടത്തോടെ കണ്ട എവർഗ്രീൻ സിനിമയുടെ ഫീലായിരുന്നില്ല ഇപ്പോൾ കണ്ട കുട്ടികൾക്ക് ഉണ്ടായത്. സിനിമ കളറാക്കിയതിനു ശേഷം 1991-ൽ കണ്ട കുട്ടികൾ സിനിമയിലെ പല കഥാപാത്രങ്ങളെയും കണ്ട് പേടിച്ചു. 90കളിലെ കുട്ടികൾക്ക് ഈ സിനിമ ഒരു പേടി സ്വപ്നമായി. TV-യിൽ സിനിമ കണ്ട കുട്ടികൾ കരഞ്ഞ് പരാതി പറയാൻ തുടങ്ങി. ചിലർക്ക് ദുസ്വപ്നങ്ങളും വന്നു തുടങ്ങി. ഇതിന് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ സിനിമ കണ്ട കുട്ടികൾക്ക് ഇതൊരു നോർമൽ സിനിമയായാണ് തോന്നിയത്. ആ സിനിമയിലെ പന്നികളും എലിയും കുരങ്ങുമെല്ലാം നോർമലായി തോന്നി. എന്നാൽ കളർ സിനിമയിൽ കണ്ടപ്പോൾ 5 അടി പൊക്കമുള്ള പന്നിയും പൂച്ചയുമെല്ലാം ഭീകരജീവികളായി തോന്നി. അവരുടെ മുഖമെല്ലാം വികൃതമായി തോന്നി. അങ്ങനെ TV ചാനലിനെതിരെ US-ലെ മാതാപിതാക്കൾ കംപ്ലയിൻറ്റ് ചെയ്തു. മാത്രമല്ല MGM സ്റ്റുഡിയോയ്ക്കെതിരെ മൃഗസംരക്ഷണ വകുപ്പും എത്തി. അതിന് കാരണം സിനിമയിൽ എലിയുടെ ക്യാരക്ടറായി അഭിനയിപ്പിച്ചത് ഒരു കുരങ്ങനെയായിരുന്നു. കുരങ്ങന് ട്രെയിനിങ് കൊടുത്ത് അതിനെ മിക്കി മൗസിൻ്റെ കോസ്റ്റ്യൂം അണിയിച്ചു. ശ്വാസം വിടാൻ പോലും പറ്റാത്ത പോലെയുള്ള കോസ്റ്റ്യൂം നൽകി ഒരുപാട് റീടേക്ക് എടുത്ത് ആ കുരങ്ങിനെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുരങ്ങ് ആകെ അവശനിലയിലായിരുന്നു. ചില സീനുകളിൽ അത് വ്യക്തവുമാണ്. ഇതെല്ലാം കണ്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ജീവിയെ നിഷ്കരുണം പീഡിപ്പിച്ചിരിക്കുകയാണെന്ന് കാണിച്ച് MGM-നെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത സിനിമയായതിനാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇൻഡയറക്റ്റായി അഫക്റ്റ് ചെയ്തത് ഡിസ്നി ലാൻഡിനെയാണ്. കാരണം അവരുടെ ക്യാരക്ടേഴ്സിനെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അവർ കൊടുത്ത കോസ്റ്റ്യൂമാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉടലെടുത്തു. അത് എല്ലാവരും വിശ്വസിക്കാൻ കാരണം അന്നത്തെ കാലത്ത് ഡിസ്നി ലാൻഡ് സന്ദർശിക്കുന്നവർ കണ്ടിരുന്നത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ എംപ്ലോയീസിനെ ഡിസ്നിയുടെ ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് നിർത്തുന്നതാണ്. അന്നൊക്കെ എംപ്ലോയീസിൻ്റെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടി ശ്വാസം വിടുന്നതിനായി കോസ്റ്റ്യൂമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഈ മോഡിഫിക്കേഷൻ വളരെ വികൃതമായി തോന്നി തുടങ്ങി. ചില കുട്ടികൾ പേടിച്ചതിനെ തുടർന്ന് പലരും ഡിസ്നിയോട് തന്നെ കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ ഡിസ്നി ലാൻഡ് തങ്ങളുടെ പേരിന് കളങ്കമില്ലാതിരിക്കാൻ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇനി നിങ്ങളുടെ കംഫർട്ടബിലിറ്റി നോക്കിയുള്ള കോസ്റ്റ്യൂം നിങ്ങൾക്ക് തരില്ല. പകരം നിങ്ങളുടെ ജോലി സമയം കുറയ്ക്കാം. അതിനാൽ ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ കോസ്റ്റ്യൂം തന്നെ നിങ്ങൾ ധരിക്കണം എന്ന് തീരുമാനിച്ചു. അന്നു മുതൽ ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ടുള്ള കോസ്റ്റ്യൂമാണ് അവിടുത്തെ എംപ്ലോയീസ് ധരിച്ചു വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഡിസ്നിയുടെ പേരിന് തന്നെ കളങ്കം വരുത്തിവെച്ച ഒന്നായി മാറി. ഇതെല്ലാം ചരിത്രമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.